ഭാരത കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ, KCBCയുടെ അധ്യക്ഷൻ, മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, കർദിനാൾ എന്നീ നിലകളിൽ സഭാ ശുശ്രൂഷകളിലും പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അംഗം എന്ന നിലയിൽ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ധീരമായ നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ അഭിവന്ദ്യ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവയാണ് ഇന്ന് നമ്മോടൊപ്പം ഇടയ ശബ്ദത്തിലുള്ളത്. ഏറ്റവും സ്നേഹത്തോടെ പിതാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ദൈവവിളിയെക്കുറിച്ചും ചോദിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതുകയാണ്. പിതാവ് 1976 തിരുവല്ല മൈനർ സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിക്കുന്നത്. പിന്നീട് ചങ്ങനാശ്ശേരി SB കോളേജിൽ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നു. അതിനുശേഷം ആലുവ സെമിനാരിയിലേക്ക് മാറുന്നു. അങ്ങനെ പിതാവിന് ലഭിച്ച ദൈവവിളിയും അതിനോട് കൃത്യമായ രീതിയിൽ ഉത്തരം കൊടുക്കാനുള്ള ആ ഒരു മനസ്സും ഒക്കെ ഉണ്ടായതിൽ പിതാവിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാകുമല്ലോ. അത് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഒരു വൈദികനാകണമെന്നുള്ള ഒരു ആഗ്രഹം, അത് എനിക്ക് ഒരു പ്രത്യേകിച്ചൊരു ഓർമ്മയായി ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ആരംഭിച്ച, അത് ക്രമാനുഗതമായിട്ട് വളർന്നു വന്നു. ഞാൻ മനസ്സിൽ അത് ഒരു സ്വകാര്യ ആഗ്രഹവും സന്തോഷവുമായിട്ട് അത് മനസ്സിൽ സൂക്ഷിച്ചു. അതോടൊപ്പം തന്നെ അത് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വികാരി അച്ഛന്മാർ, കാലാകാലങ്ങളിലെ അച്ഛന്മാർ, ഞാൻ അൾത്താര ശുശ്രൂഷ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ഒരു ബാലനായി ചെറുപ്രായം മുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വലിയൊരു പ്രോത്സാഹനം കിട്ടി. എന്നാൽ അങ്ങനെ ദൈവവിളി ഈ വൈദിക ജീവിതത്തിലേക്കുള്ളത് എന്ന നിലയിൽ മറ്റുള്ളവരുമായിട്ട് അധികം അത് പങ്കുവച്ചിരുന്നില്ല. പ്രത്യേകിച്ച് അത് പഠനത്തിൻ്റെ ശേഷമാണത് പങ്കുവയ്ക്കുക. ഇപ്പം എൻ്റെ ഇടവക സമൂഹം, എൻ്റെ വികാരി അച്ഛന്മാർ, എൻ്റെ കുടുംബം, ഇവരെല്ലാം ഈ വിഷയത്തിൽ വളരെയധികം നല്ല പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. വൈദികനാണോ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിന് എല്ലാവരും നല്ല ഒരു പിൻബലം, സ്നേഹത്തോടു കൂടിയ ഒരു പ്രോത്സാഹനം നൽകി എന്നുള്ളതാണ് സത്യം. വീട്ടിലും ഇടവകയിലും ഞങ്ങളുടെ ദേശത്തുമൊക്കെയുള്ള ആളുകളുടെ നല്ലൊരു പ്രോത്സാഹനമായി. പ്രത്യേകമായി ഇതിന് എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വൈദികരെക്കുറിച്ചും ഒക്കെയുള്ള വീട്ടിലെ ബഹുമാനത്തോടു കൂടിയുള്ള, സ്നേഹത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റ രീതി, സംസാരം, അവരെ കരുതിയിരുന്നതൊക്കെ എന്നെ ചെറുപ്രായത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു വൈദിക ജീവിതത്തിൻ്റെ പ്രാഥമികമായ പഠനം ആരംഭിച്ചത് വാസ്തവത്തിൽ കുടുംബത്തിൽ നിന്നാണ് എന്ന് പറയാൻ കഴിയും. അതിൽ എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മ വലിയ താല്പര്യത്തോടുകൂടി ഇതിനെ പ്രാർത്ഥനയോടുകൂടി പ്രോത്സാഹിപ്പിച്ചതൊക്കെ ഞാൻ ഓർക്കും. അത് വൈദികനായതോടുകൂടി അവസാനിച്ചില്ല. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ഒരു പ്രത്യേക ഒരു ആഘോഷമെന്നോ ഒരു പദവി കിട്ടുമ്പോഴുള്ള ഒരു കാര്യമെന്നോ അപ്പുറത്ത് നിരന്തരമായ ഒരു പ്രോത്സാഹനം ഇക്കാര്യത്തിൽ. ഉദാഹരണത്തിന്, ഞാൻ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ദൂരെ ആയിരുന്നപ്പോഴും എല്ലായ്പ്പോഴും അമ്മ എൻ്റെ ജന്മദിനത്തിന് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അന്ന് പ്രത്യേകം എനിക്ക് വേണ്ടി അർപ്പിക്കാൻ വികാരിച്ചന്മാരോട് പറയുകയും അത് നിരന്തരമായി അമ്മയ്ക്ക് സാധിക്കുന്നിടത്തോളം, ആരോഗ്യമുള്ളിടത്തോളം കാലം അത് തുടരുകയും ചെയ്തതൊക്കെ ഓർക്കും. സഹോദരങ്ങളുമൊക്കെ ഇനി ഇടവക സമൂഹത്തിൻ്റെ ഒരു വലിയ പിൻബലം, അത് ഞാനിപ്പോഴും അത് വലിയ ഒരു അഭിമാനത്തോടു കൂടി കാണുകയാണ്. ഞാനിപ്പോഴും എൻ്റെ ഇടവക പള്ളിയിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഇടവക്കാരനാണ്. ആ നിലയിൽ തന്നെയുള്ള ഇടവകയിലെ മുതിർന്ന മാതാപിതാക്കളുടെയും കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഒക്കെയുള്ള ഒരു ബന്ധം എൻ്റെ വൈദിക ജീവിതത്തെ, എൻ്റെ ദൈവവിളിയെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലഭിച്ച ദൈവവിളിയുടെ തുടർച്ചയാണ് ഞാനിപ്പോൾ ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ പദവികളെല്ലാം. അതൊരു പുതിയ ദൈവവിളി എന്നതിനേക്കാൾ എനിക്ക് ലഭിച്ച ദൈവവിളിയുടെ തുടർച്ചയാണ്. അപ്പോൾ ദൈവവിളിയിൽ എനിക്ക് ശാലോമിലെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയാനുള്ള കാര്യം, കുടുംബമാണ് ദൈവവിളികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും കുടുംബമാണ്
ഏത് വിളിയിലേക്കാണ് ഈ മകനും മകളും പോകേണ്ടതെന്ന് പ്രാഥമികമായിട്ട് നിർണ്ണയിക്കുന്നതും അതിനെ പരിപോഷിപ്പിക്കുന്നതും എന്നുള്ള കാര്യമാണ്. ഞാനതിൽ എൻ്റെ ഇടവക സമൂഹത്തെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകം സന്തോഷത്തോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. പിതാവെ, ഇന്ന് ദൈവവിളികൾ കുറയുന്നതിൽ നമ്മൾ പൊതുവെ കണ്ടെത്തുന്ന ഒരു കാരണമെന്ന് പറയുന്നത് കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണത്തിലുള്ള കുറവ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് മാത്രമാണോ ഇതിനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം ഇതിനകത്തുണ്ടോ? വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ കുറയുന്നതിൻ്റെ കാരണമാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ധാരാളം കാരണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. ഞാൻ കരുതുന്നത് സ്വാർത്ഥതയാണ് അടിസ്ഥാനപരമായ കാരണം. അത് ആരെയെല്ലാം ഉദ്ദേശിച്ചാണോ അവരെല്ലാം ഉദ്ദേശിച്ചാണ് ഞാനത് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ പോകുന്ന വിദ്യാർത്ഥികളുടെയോ വിദ്യാർത്ഥിനികളുടെയോ കാര്യത്തെക്കാളപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും സ്വാർത്ഥതയാണ്. അതായത് സാക്ഷ്യം കൊടുക്കാനുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വാർത്ഥതയാണ് നമ്മുടെ ഈ വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള വിളികൾ കുറയുന്നതിന് കാരണം. നമ്മൾ പറയും കുട്ടികളുടെ അഭാവമാണെന്ന് പറയും വീട്ടിൽ. അപ്പോൾ ഒരു മകനുള്ള ഒരാൾ സെമിനാരിയിൽ പോകുന്നതോ, ഒറ്റ മകൾ മഠത്തിൽ ചേരുന്നതോ, അപ്പോൾ നമ്മളുടനെ നമ്മുടെ ബുദ്ധിയിൽ പറയും അതൊരു എക്സെപ്ഷനാണ്. അപ്പോൾ അടിസ്ഥാനപരമായി എന്താണ്? ത്യാഗമേറ്റെടുക്കാനും സ്വാർത്ഥതയില്ലാതെ പെരുമാറാനും ദൈവത്തിനു വേണ്ടി ജീവിതം കൊടുക്കാനും പ്രോത്സാഹിപ്പിക്കേണ്ടുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണതകൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ട്. നമ്മൾ എല്ലാവരെയും ഉദ്യോഗസ്ഥരാക്കാനും പ്രൊഫഷണൽസ് ആക്കാനും ഒക്കെയുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതത്തിലേക്ക് കൂടി നമ്മുടെ ആളുകൾ ശ്രദ്ധ തിരിക്കണമെന്ന് പരസ്യമായി പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ തന്നെ സ്ഥാപനങ്ങളിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് എത്ര ദൈവവിളികൾ ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സമൂലമായിട്ടുള്ള ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇതൊരു ഫാക്ടറിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വസ്തുക്കളല്ലല്ലോ. അതുകൊണ്ട് ഒരേ നമ്പർ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്ന് ശഠിക്കേണ്ടതില്ല. അപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ എണ്ണം കുറയുന്നു, ഞങ്ങളുടെ മിണ്ടാമഠത്തിൽ എണ്ണം കുറയുന്നു എന്ന് പലപ്പോഴും അവർ പരാതി പറയാറില്ല. ഞാൻ പലപ്പോഴും കുരിശുമല ആശ്രമത്തിലെ അച്ഛന്മാരോട്, അന്തേവാസികളോട് പറയും, നിങ്ങൾ ഇതേക്കുറിച്ച് ആകുലപ്പെടേണ്ടവരല്ല. ഇതൊരു പ്രത്യേകമായ ഒരു വിളിയുടെ സ്ഥലമാണ്. അത് ദൈവാത്മാവ് അതിലേക്ക് താല്പര്യമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവിടെ കൊണ്ട് എത്തിക്കും. അവരതിലേക്ക് ആകർഷിതരാകും. അപ്പോൾ ദൈവവിളിയിൽ പ്രധാനമായി നമ്മൾ ഈ വൈദിക സന്യസ്ത ജീവിതത്തിലേക്കുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും കുടുംബമാണ് എന്ന കാര്യത്തിൽ വീണ്ടും നമ്മൾ ഉറയ്ക്കണം. മിഷണറിമാരായി ജീവിതത്തെ സമർപ്പിക്കുന്നത് ഭാഗ്യമാണെന്ന് കരുതുന്ന കുടുംബങ്ങൾ നമ്മളുടെ ദൈവവിളികൾക്കുള്ള വലിയൊരു ആശ്രയമാണ്. വിശ്വാസ പരിശീലന വേദികളിൽ, നമ്മുടെ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ ഇതൊക്കെ ആദരവോടുകൂടി കാണുന്ന, സംസാരിക്കുന്ന, അതിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുണ്ടാകണം. സർവോപരി ദൈവാത്മാവ് കനിയാതെ, ദൈവാത്മാവ് പ്രസാദിക്കാതെ ദൈവവിളികൾ നമുക്ക് അനുഭവമായി യാഥാർത്ഥ്യമായി തീരുകയില്ല. പിതാവിൻ്റെ വൈദിക ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ, അതായത് പിതാവ് ഇടവകയിലൊക്കെ സേവനം ചെയ്യുന്ന ആ ഒരു സമയത്തൊക്കെ പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണത്. അതായത് ഒരു വൈദികനായി ഞാൻ ബത്തേരി രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദികനായത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ദിനങ്ങൾ, അതായത് വൈദിക പട്ടം കിട്ടി
മൂന്നാം പക്കം ഞാൻ ബാംഗ്ലൂരിലാണ് ഞാൻ നിയമിതനായത്. ആ നഗരത്തിലെ ഈ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന മലങ്കര സമൂഹത്തിലെ കുടുംബങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരികയും അവിടെ പഠിക്കുകയുമായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. അവിടെയാണ് ഞാൻ ഈ ഒരു അജപാലന ശുശ്രൂഷയുടെ ഒരു ആദ്യ പാഠം പഠിച്ചത്. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഓർക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ. 86-ലെ കാര്യമാണ് ഞാൻ പറയുക. ബാംഗ്ലൂരിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായ കുടുംബങ്ങളുമായി ഇടപെടുന്നതിനാണ് എനിക്ക് അവസരമുണ്ടായത്. രാത്രികാലങ്ങളിലെ ക്രിസ്മസിൻ്റെയും ഈസ്റ്ററിൻ്റെയും ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോഴും മടങ്ങിപ്പോകാതെ എന്നെ കാത്തു നിൽക്കുന്ന ഒരു അമ്മച്ചിയെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ആ അമ്മച്ചി എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന് ഒരു ചെറിയ തുക, അന്നത്തെ 25 രൂപ വലിയ തുകയാണ്, കയ്യിൽ തന്നിട്ട് പറയും, അച്ഛാ എല്ലാവരും പോവും, അച്ഛൻ രാവിലെ പോയി കാപ്പി കുടിക്കണം. ഞാനന്ന് താമസിക്കുന്നത് അവിടെ CST ഹൗസിലാണ്. അപ്പോൾ ഈ അമ്മച്ചി എല്ലാ ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെയും അവസാനം പോകുന്ന ആളാണ്. അവസാനം പോകുന്നത് എന്നെ നോക്കി നിൽക്കുന്നതിനാണ്, എന്നെ കാണുന്നതിനാണ് എന്നൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ സ്നേഹത്തിന് എന്താണ് നമ്മളൊരു മാനുഷികമായിട്ടൊരു വ്യാഖ്യാനം പറയുക? ദൈവം നമുക്ക് തരുന്ന ഒരു കരുത്താണ്, ദൈവം നൽകുന്ന ഒരു വലിയ സംരക്ഷണമാണ്. അതുപോലെ തന്നെ ഞാൻ വയനാട്ടിൽ ബത്തേരിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട കർഷക കുടുംബങ്ങളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു കുടുംബാംഗം എന്ന നിലയിൽ അവർ ഇടപെട്ടിട്ടുള്ളതൊക്കെ ഓർക്കുന്നു. അതെൻ്റെ ജീവിതത്തെ വേറൊരു ദിശയിൽ, അതായത് ഒരു നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഓരോ വിഭാഗം ജനങ്ങളിലേക്കും വരുന്ന ഒരു വളർച്ച, എല്ലാവരെയും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് പ്രാർത്ഥനയായിട്ട് മാറ്റാനും ഒക്കെ കഴിഞ്ഞ ഒരു അനുഭവമാണ്. ഈ കുടുംബങ്ങളിലൂടെ എന്നിലേക്ക് വന്നതുമൊക്കെ ഞാൻ സന്തോഷത്തോടെയാണ് ഓർക്കുക. അതെന്നെ ഇപ്പോഴും ബലപ്പെടുത്തുന്ന ഒരു അനുഭവമായിട്ട് നിൽക്കും. കത്തോലിക്ക സഭ ധാരാളം ശുശ്രൂഷ മേഖലകളിൽ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷയുടെ രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഈ ശുശ്രൂഷകൾ, അല്ലെ സാമൂഹ്യ പ്രവർത്തനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല സമയത്തും തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനോട് സഭ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? ഇങ്ങനെ ഉണ്ടാകുമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണക്കമരത്തോട് കർത്താവ് മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കില്ല, അവൻ അസ്വസ്ഥമാണ്. ആയതിനാൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ മനസ്സിൽ കരുതിക്കോണം, അതിന് എതിര് പറയുന്ന ആളുകൾ നമ്മുടെ മുൻപിലേക്ക് വരും. അത് ഭയപ്പെട്ട് അതിനെ തരണം ചെയ്യാനുള്ള ആത്മത്രാണി ഇല്ലാതെ ഒരവസ്ഥയിൽ വന്നാൽ നാം ചെയ്തു തീരാത്ത നന്മയായി അവശേഷിക്കും. അത് നമുക്ക് നമ്മുടെ വീഴ്ചയായിട്ട് സ്വർഗം പരിഗണിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കേരളത്തിലെ കത്തോലിക്ക സഭ, ഭാരതത്തിലെ സഭ നന്മകൾ ചെയ്യുന്നു. മദർ തെരേസയെ വിമർശിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇത്രയും കാലമായി പരിശോധിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഒരു അമ്മ എന്ത് അപരാധമാണ് ഈ വിമർശിക്കുന്നവരുടെ മുൻപിൽ എടുത്തു പറയാനുള്ളത്? വിദേശ വനിത ഇവിടെ വന്ന് ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച് ഭാരതത്തിലെ ഏറ്റവും ദരിദ്രരായ ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് മാറോട് ചേർത്ത് യേശുവിൻ്റെ മുഖം, ദൈവത്തിൻ്റെ മുഖം ഇവരിൽ കാണുന്നു എന്ന് പറഞ്ഞത് വലിയൊരു അപരാധമായി ചിത്രീകരിക്കുന്ന ആളുകളില്ലേ? അതുകൊണ്ട് മദർ തെരേസയെ തള്ളിപ്പറയാൻ നമുക്കാവുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ആരോപണത്തിൻ്റെ മുൻപിൽ സഭ ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല.
സധൈര്യം മുൻപോട്ട് പോകണം. അതുമാത്രമല്ല, നമുക്ക് ചെയ്യാവുന്ന നന്മകൾ, നാം ചെയ്തു തീർക്കേണ്ടുന്ന നന്മകൾ, നമ്മെക്കുറിച്ച് സ്വർഗം പദ്ധതിയിട്ടിരിക്കുന്ന നന്മകൾ ചെയ്തു തീർക്കാതെ വരുമ്പോൾ അത് കാലതാമസം നേരിടുന്ന നന്മയായിട്ട് നിൽക്കും. ദൈവം ആ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം ആ പദ്ധതി മറ്റുള്ളവരെ കൊണ്ട് ചെയ്തു തീർക്കാനായിട്ട് സ്വർഗം തീർച്ചയായിട്ടും അത് തുടരും. പക്ഷേ കാലതാമസം വരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെടാം. നാം കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യതയായിട്ടത് വരാം. ആയതിനാൽ ഈ നന്മ ചെയ്യുന്നതിൻ്റെ ഉള്ള ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ആർജവത്വം നമ്മുടെ വിശ്വാസ സമൂഹം കാണിക്കണം. സഭയുടെ സംഘടിതമായ ശക്തിയില്ലാതെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾ നൂറുകണക്കിന് നിരാലംബരായ ആളുകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങളിൽ നന്മ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരും ഒരുപാട് സമൂഹങ്ങളും ഉണ്ട്. സഭ, കത്തോലിക്കാ സഭ സജീവമായി അതിൽ നിൽക്കുന്നു. ഒട്ടും പുറകോട്ട് പോകാതെ കുറേ കൂടി വേഗതയിലും കുറേ കൂടി കാര്യക്ഷമതയിലും നന്മയുടെ പ്രവൃത്തികൾ നാം ലോകത്ത് നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ ചെയ്തു തീർക്കേണ്ടത് നമ്മുടെ കടമയായി തന്നെ കരുതുമ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് സംതൃപ്തി ഉണ്ടാകും. നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം അതിൽ കിടക്കുന്നതായിട്ട് ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ആർക്കും എന്തും പറയാം, എന്തും ചെയ്യാം എന്നൊക്കെ തരത്തിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങളാണല്ലോ അനുസരണവും അതുപോലെ വിധേയത്വവും ഒക്കെ. ഇതൊക്കെ എത്രമാത്രം പ്രസക്തമാണ് ഇത്തരത്തിലുള്ളൊരു സ്വാതന്ത്ര്യ സങ്കല്പത്തിൽ? നമ്മുടെ ഈ രണ്ട് കോൺസെപ്റ്റുകളുടെ ഒരു പ്രസക്തി എത്രമാത്രമാണ്? നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനെ എങ്ങനെ കാണുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. എനിക്ക് എൻ്റെ വിരൽ എവിടെ വരെ ചൂണ്ടാം, എത്ര അകലം ഞാൻ പാലിക്കണം, ഇത് നിർണ്ണയിക്കുന്ന ഒരടിസ്ഥാന സന്മാർഗ തത്വം. ആ സാൻമാർഗികതയെ അതിലംഘിക്കുമ്പോൾ വി ആർ എൻക്രോച്ചിങ് ദ ഫ്രീഡം ഓഫ് ദി അതർ. ഞാൻ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ കവർന്ന് എടുക്കുകയാണ്. എനിക്കിഷ്ടമുള്ളത് എന്നെക്കുറിച്ച് വിചാരിക്കാൻ അവകാശമുള്ളതുപോലെ എൻ്റെ അടുത്തിരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന ആളിന് അങ്ങനെ അവകാശമുണ്ട് എന്ന് കരുതുമ്പോൾ സത്യം മനസ്സിലാക്കാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ഒരു സ്വതന്ത്ര വിചാരം അതൊരു സ്വാർത്ഥതയുടെ ഒരു നേർക്കാഴ്ചയാണ്. നാം ചില കാര്യങ്ങളൊക്കെ, ചില വാർത്തകൾ കേൾക്കുന്നു. ആ വാർത്തകൾ സത്യമല്ല എന്ന് തെളിയപ്പെട്ടതിന് ശേഷം ഈ വാർത്തകൾ പറയുന്നവർ എപ്പോഴെങ്കിലോ തിരുത്തി പറയുന്നത് കേൾക്കാറുണ്ട്, പലപ്പോഴും കേൾക്കാറുണ്ട്. അത് അവരുടെ ഒരു ധർമ്മമായി പോലും പറയാറില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളിൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നതിനും ആളിനുള്ള സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിനും കൂടി സഹായകരമാണ്. എനിക്കുള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യവും എനിക്കുള്ളതുപോലെ ഉള്ള ബഹുമാനവും ആധികാരികതയും എൻ്റെ ശ്രോതാവിനും ഞാൻ ആരെക്കുറിച്ച് പറയുന്നു അവർക്കും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് നൽകും. ചിലപ്പോഴെങ്കിലും ഇത് അതിര് വിട്ടു പോകുന്നതായി പൊതുസമൂഹം എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു പരസ്പര ബഹുമാനം ഒരു മുഖമുദ്രയായി കരുതുമ്പോഴാണ് ഈ സന്മാർഗ തത്വം എപ്പോഴും പാലിക്കപ്പെടുക. പരസ്പര ബഹുമാനം, ആദരവോടുകൂടിയ ഒരു സമീപനം മാത്രമേ സമൂഹത്തിൽ നമുക്ക് ഇന്ന് അർത്ഥവത്തായ ഒരു ബന്ധം നിലനിർത്താനായിട്ട് നമ്മെ സഹായിക്കും. ഭാരതം ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നേറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതീക്ഷയുടെ ഒരു വശമുണ്ടെങ്കിൽ പോലും
ഒരു മറുവശത്ത് ഇപ്പോഴും പല ജാതി വ്യവസ്ഥ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ, അതുപോലെ അടിച്ചമർത്തലുകൾ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു അവസ്ഥയെ പിതാവ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാജ്യത്തിൻ്റെ ഈ ഒരു പോക്കിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമുക്ക് ഭരണപരമായ ഒരു സ്വാതന്ത്ര്യം കിട്ടി, പൊളിറ്റിക്കൽ ഫ്രീഡം. അതുകൊണ്ടെല്ലാം പൂർത്തിയായോ? നാം ഇപ്പോഴും ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമായി വളർന്നു വരികയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം. വി ആർ സ്റ്റിൽ ഗ്രോയിങ്. ഇവിടെ ഇനിയും പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും അത് അനുഭവിക്കാനും അതിലേക്ക് ആളുകളെ ചേർക്കാനും ഒക്കെ സ്വാതന്ത്ര്യം രേഖാമൂലം നൽകിയിട്ടുള്ള ഭരണഘടനയുടെ നാടാണ് ഭാരതം. ആ വിഷയം ഇവിടെ നിൽക്കുന്നു. മനുഷ്യ സമൂഹത്തെ ജാതി വ്യവസ്ഥകളായി തിരിച്ചു കാണുന്ന ഒരു പ്രവണത. മനുഷ്യൻ ജാതിയല്ലല്ലോ, മനുഷ്യൻ മനുഷ്യനല്ലേ. ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് ജാതീയമായി സംഘടിക്കുന്നതിനുള്ള ഒരു വലിയ പ്രവണതയും മനുഷ്യർക്കുണ്ട്. കാരണം അവർക്കുള്ള അരക്ഷിതാവസ്ഥ മാറുന്നതിന് അങ്ങനെയേ ഇപ്പോൾ നിർവാഹമുള്ളൂ, എങ്കിൽ അങ്ങനെ സംഘടിച്ച് അത് വാങ്ങിക്കുക എന്നുള്ള ഒരു ചിന്ത മനുഷ്യർക്കുണ്ട്. വർഗീയ ധ്രുവീകരണത്തിനൊക്കെ കാരണമാകുന്ന ഇതാണ് ഈ ജാതി വ്യവസ്ഥയിൽ മതതീവ്രവാദവും വരാം. അതിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയിൽ, ഇപ്പോഴുള്ള ജാതി വ്യവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അത് മതവുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ. ഏത് മതത്തിൽ വിശ്വസിക്കാം, ഏത് മതവും പ്രോത്സാഹിപ്പിക്കാം എന്ന് പറയുമ്പോഴും ചില മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇത് ഭരണഘടനയുടെ നഗ്നമായ ഒരു ലംഘനമാണ്. അപ്പോൾ ഈ വിഭാഗത്തിലെ ആളുകൾ എങ്ങനെ ഉറച്ചു പറയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ കിട്ടി എന്ന്? ഇനി ഈ നാട്ടിലെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗം ജനങ്ങൾ, ജാതി വിഷയം അല്ല, ദാരിദ്ര്യത്തിൻ്റെ വിഷയം. ഈ ദാരിദ്ര്യത്തിൻ്റെ വിഷയത്തിൽ അതിനൊരു പരിഹാരം എന്താണ്? ഏതെല്ലാം കോണുകളിൽ, ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം വാതിലുകളിൽ പോയി മുട്ടിയാലാണ് ഒരു ആശ്വാസം ലഭിക്കുക? അവരും ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വതന്ത്ര പൗരന്മാരാണ്. പക്ഷേ അവർക്കും ഇത് അനുഭവവേദ്യമായോ? നമുക്ക് ഇവിടെ ഏറ്റവും അനുഭവപ്പെടുന്ന ഒരു കാര്യം, ദുർബലരായവനെ കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ മറുവശത്ത് ഇവനെ അസ്ഥിരപ്പെടുത്താനും ഇവരെ വീണ്ടും അസ്വാതന്ത്ര്യത്തിൽ നിലനിർത്താനും ഒക്കെയുള്ളതുപോലെയുള്ള പരിശ്രമങ്ങൾ. അതാണ് നമ്മൾ കാണുന്ന ഈ ദളിത് പീഡനങ്ങളൊക്കെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഭവനങ്ങളിൽ കയറി ചെന്ന് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നതെന്നുള്ള പരിശോധന, ഇതൊക്കെ വളരെ കിരാതമായ ഒരു വ്യവസ്ഥയുടെ തുടർച്ചയാണ്. ലോകത്തിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ ആർജവത്വമുള്ള, സംസ്കാരമുള്ള ഒരു ജനതയെന്നാണ്. അടുക്കള മുറിയിലല്ലല്ലോ ആദ്യം പ്രവേശിക്കുന്നത്, അതിഥിയെ സ്വീകരിക്കുന്ന മുറിയിലാണ്. അപ്പോൾ എന്ത് ആഹാരമാണ് കഴിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നവരെ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താഹാരമാണ് കഴിച്ചതെന്നല്ല, ഇന്ന് എന്തെങ്കിലും കഴിച്ചോ എന്നാണ്. അപ്പം നമ്മൾ മെനു നിശ്ചയിക്കുന്നതിന് മുൻപ് ചോദിക്കേണ്ട ചോദ്യം, നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. നമ്മുടെ മനസ്സിന് വലിയ ഒരു ദുഃഖം, ഒരാഘാതം തരുന്ന രംഗങ്ങളാണ്
ഈ ദളിത് ഭവനങ്ങളിൽ കയറിയുള്ള ആക്രമണവും അതുമായി ബന്ധപ്പെട്ട് അവരെ അധിക്ഷേപിക്കുന്ന പ്രവൃത്തികളും അതൊരു മതേതര ജനാധിപത്യ രാജ്യത്തിന്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ബ്രിട്ടീഷുകാരൻ്റെ മുമ്പിൽ അർദ്ധനഗ്നനായ ഗാന്ധിജി നിന്ന് ഒരു ഊന്നുവടി കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. എന്ന് വെച്ചാൽ തോക്കിൻ്റെ മുമ്പിൽ ഭയപ്പെടാത്ത, മരണഭീഷണിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു സംസ്കാരത്തിൻ്റെ സൂചനാപരമായ ആൾരൂപങ്ങൾ ജീവിച്ച നമ്മുടെ നാട്ടിൽ നാം അതിനെയൊന്നും ഭയപ്പെടേണ്ടതില്ല. അതൊന്നും ആത്യന്തികമായി വിജയിക്കുകയും സത്യമേവ ജയതേ എന്നാണല്ലോ നമ്മുടെ പ്രമാണം. നമ്മുടെ വേദപുസ്തക ഭാഷ്യത്തിൽ പറഞ്ഞാൽ സത്യമേ ജയിക്കൂ, സത്യം ജയിക്കും. അപ്പോൾ നാം മറ്റതിനെക്കുറിച്ച് നിരാശപ്പെട്ട് നിൽക്കേണ്ടതില്ല. പക്ഷേ ആശങ്കകളുടെ മുമ്പിൽ പ്രത്യാശ പകരുന്നതിന് കെൽപ്പുള്ളവരായിരിക്കണം ഭരണാധികാരികൾ. സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ജനസംഖ്യയിലെ ഒരു വിഭാഗം ആളുകൾ മറിച്ച് പ്രതികൂലമായി വരുന്നത് പോലെ ചിന്തിച്ചാൽ പോലും അതിനെതിരെ നിന്ന് രാജ്യത്തിൻ്റെ പ്രതീകമായി, സംസ്കാരത്തിൻ്റെ അടയാളമായി ദിശാബോധം കൊടുക്കേണ്ടവരാണ് ഭരണാധികാരികൾ. അവരാണ് നമ്മുടെ ഈ ഒരു ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതിൻ്റെ സജീവമായ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ലോകത്തിൻ്റെ മുമ്പിലും ഭാരതീയരുടെ മുമ്പിലും അവതരിപ്പിക്കേണ്ട ആളുകൾ. ആത്യന്തികമായി ഈ ആർഷഭാരത സംസ്കാരം പരാജയപ്പെടുകയില്ല എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നാം എല്ലാവരുടെയും, നമ്മുടെ ഭരണാധികാരികളുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമുണ്ട്. ഭാരതം സ്വതന്ത്രമായി എന്നത് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ദരിദ്രൻ വരെ സന്തോഷത്തോടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ പറയുന്ന ഭാരതമാത എന്ന് പറയുന്ന ഒരു അനുഭവത്തിലാണ് ഇന്ത്യയുടെ ഭരണപരമായ സ്വാതന്ത്ര്യം അർത്ഥവത്തായി എല്ലാ തലങ്ങളിലേക്കും വരുന്നത്. അത് ഇനിയും നമ്മളായിത്തീരേണ്ടുന്ന ഒരവസ്ഥയാണ്. ഷാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി പിതാവിന് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിലയേറിയ സമയം മാറ്റിവെച്ചതിന് നന്ദി.